അരി വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. അത് കുതിർക്കും പിന്നെ അരയ്ക്കൊക്കെ വേണം. അങ്ങനെ യാതൊരു മെനക്കേടും ഇല്ലാതെ അരി ചേർക്കാണ്ട് ഒരു അടിപൊളി സ്വാദുള്ള ഉണ്ണിയപ്പട്ടാ. സംഭവം നമ്മൾ ഒരാഴ്ച വരെ പുറത്ത് വെച്ചിരുന്നാലും നൂലൊട്ട് അല്ലെങ്കിൽ കേടാവോ ഒന്നും ചെയ്യില്ല. അത്രയും സ്വാദുള്ള ഉണ്ണിയപ്പട്ട. യൂട്യൂബ് ചാനലിൽ അജൂസ് വേൾഡിൽ അജു ചേട്ടനും സരിത ചേച്ചിയും കാണിച്ചു തന്നിട്ട് റെസിപ്പി ആട്ടാ. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആഗ്രഹം തോന്നി. കാരണം വേറെ മെനക്കേടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഇതിലേക്ക് വേണ്ടിയിട്ട് 230 ml ഒരു കപ്പിൽ 1 കപ്പ് റവ നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ അതേ സെയിം മെഷർമെൻറ്റിൽ തന്നെ 1 കപ്പ് പാല്, തിളപ്പിച്ച പാൽ നല്ല സാധാരണ റൂം ടെമ്പറേച്ചറുള്ള പാലാണ്. ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് കുതിർക്കുക, ഒരു 10 മിനിറ്റ് വെക്കണം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തത് 230 ഗ്രാം ശർക്കര കേട്ടോ. ഏതാണ്ട് 6 അച്ചുണ്ടായിരുന്നു. നമുക്കിതിൽ 5 അച്ചൊക്കെ കാണാനുള്ളൂ. പക്ഷെ നമ്മൾ വീണ്ടും ഒരു അച്ചും കൊണ്ട് എടുത്തിട്ട് വെറും 1/4 ഗ്ലാസ് വെള്ളത്തിലാട്ടോ നമ്മളത് ഉരുക്കിയെടുത്തത്. ഇതിലേക്ക് കുറച്ച് ഏലക്കായുടെ കുരുക്കൾ, നിങ്ങൾക്ക് ഏലക്കായ പൊടിച്ച പൊടിനെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ടു. അത് ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള റവ അതും, പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കേട്ടോ. നല്ല കട്ടിക്ക് ഇതേപോലെ കട്ടിക്ക് വേണം കേട്ടോ അത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വളരെ കുറച്ച് വെള്ളത്തിൽ നമ്മളത് ഉരുക്കിയെടുക്കുന്നത്. പിന്നെ ഒരു നേന്ത്രപ്പഴം, സാധാരണ നമ്മൾ ചെറുപഴമാണ് ഉപയോഗിക്കാറ്, പക്ഷേ ഇതിൽ നേന്ത്രപ്പഴം കേട്ടോ. അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസവും നല്ല ഫ്ലേവറും ഉണ്ട്. ഒരു നേന്ത്രപ്പഴം മുഴുവൻ വേണമെന്നില്ല, ചെറുതാണെങ്കിൽ മാത്രം ഫുൾ എടുത്താൽ മതി. നമ്മൾ ഏതാണ്ട് ഒരു 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം. നന്നായി അരച്ചിട്ട് മിക്സ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചോ. അപ്പം നമ്മൾ പശുമാലിൽ കുതിർത്തിട്ടുള്ള റവയും നേന്ത്രപ്പഴവും ശർക്കരപ്പാനി ഏലക്കായും എല്ലാം കൂടി അരച്ചെടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം കേട്ടോ, ഒന്ന് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മുറിയുടെ തേങ്ങാക്കൊത്ത്, അത്ര വേണ്ടാത്തവർക്ക് അത്രയും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെയ്യിൽ നന്നായി വഴറ്റിയെടുത്തോ. തേങ്ങാക്കൊത്ത് നന്നായി മൂത്ത് വന്നാൽ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചോട്ടോ. ആ മിക്സ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിക്കോ. സംഭവം റെസ്റ്റിന് വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. മാവ് അരക്കലും പിന്നെ ഈ തേങ്ങാക്കൊത്ത് വാട്ടിയെടുക്കലും മാത്രമാണ് ഒരു പണിയിട്ടുള്ളത്. ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ട് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ അതിലേക്ക് ഒഴിക്കണം കേട്ടോ. വേറെ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒന്നും യൂസ് ചെയ്യരുത്. കാരണം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. എണ്ണ നന്നായി ചൂടാവണം. എണ്ണ നന്നായി പുക വന്ന് ആകെ ചൂട് കൂടും ചെയ്യരുത്. അതിലേക്ക് നമ്മുടെ മാവ് 1/4 ഭാഗം കുഴിയിൽ ഒഴിക്കാൻ പാടുള്ളൂ. തന്നെ അതിങ്ങനെ പൊന്തി വരികയും ചെയ്യും. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് കേട്ടോ. അപ്പോൾ ഉള്ളു വേവില്ല. ഏതാണ്ട് ഒരു മീഡിയം സിമ്മിൽ വെച്ചിട്ട് 2 ഭാഗം തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ ഉണ്ണിയപ്പം നമുക്ക് സാധാരണ ഉണ്ടാക്കിയെടുക്കണ പോലെ തന്നെ ഉണ്ടാക്കാം. 230 ml കപ്പിൽ നമ്മൾ റവയും പാലും മെഷർമെൻറ്റ് എടുത്തില്ലേ ഏതാണ്ട് 22 ഉണ്ണിയപ്പാട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അത് ഓരോരുത്തരുടെ ഉണ്ണിയപ്പച്ചട്ടിയുടെ വലുപ്പം അനുസരിച്ചിട്ടും പിന്നെ ഓരോരുത്തരുടെ കപ്പിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ടും എണ്ണം മാറി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. സരിത ചേച്ചിയും അജു ചേട്ടനൊക്കെ നല്ല രുചിയുടെ കാര്യം പറഞ്ഞില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സംഭവം ഉണ്ടാക്കി തീരുന്ന വരെ ചെറിയൊരു ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ റവയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുന്നത്. ആദ്യം തന്നെ സമാധാനമായത് ഉണ്ണിയപ്പം നല്ല വീർത്ത് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ തന്നെ പകുതി മുക്കാൽ സമാധാനമായി. കാരണം ഇത് പൊന്താനും നമ്മൾ വെക്കില്ലല്ലോ. അതുകൊണ്ട് മാവ് ഒഴിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഉണ്ണിയപ്പം അങ്ങനെ വാരി വലിച്ച് തിന്നണ ആളൊന്നല്ല കേട്ടോ. പക്ഷേ എന്താണെന്നാവോ ഇവരുടെ ഈ വീഡിയോ കണ്ടപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കുന്നത് ഭയങ്കര ഒരു മോഹം തോന്നി. കാരണം സാധാരണ അരി കുതിർത്ത് അത് അരച്ച് അല്ലെങ്കിൽ അരിപ്പൊടി കുഴച്ച് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നുമില്ല, റവയിലാണ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ഷേപ്പിലും നല്ല കളറിലൊക്കെ നമ്മുടെ ഉണ്ണിയപ്പം കിട്ടിയിട്ടാണ്. പിന്നെ ഒന്ന് ചൂടാറി കിട്ടണം. ഇതൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ഒരു നഷ്ടം എന്താണ്ടായെന്ന് വെച്ചാൽ നമ്മളത് വിഷുവിന് മുന്നേ വീഡിയോ കണ്ടെങ്കിലും സംഭവം ഉണ്ടാക്കി നോക്കിയത് വിഷുവിന് ശേഷം കേട്ടാ. ശരിക്കും വിഷുവിന് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമായിരുന്നു. സംഭവം സ്വാദ് നോക്കിയപ്പോഴേട്ടാ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളി ഉണ്ണിയപ്പം. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ പ്രതീക്ഷിച്ചില്ല. കാരണം എപ്പോഴും അരിയുടെ ഇതിലാണ് നമ്മൾ കഴിച്ചിട്ടുള്ളൂ. മൈദ പോലും ചേർത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് റവ മാത്രം ചേർത്ത് പാലിൽ കുതിർത്തെടുത്തിട്ട് ഇങ്ങനെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കണത്. ഏറ്റവും സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ഇത്ര എളുപ്പത്തിൽ മാവൊന്നും കുഴച്ച് വെക്കാണ്ട് ഇത്രയും സ്വാദുള്ളൊരു അടിപൊളി ഐറ്റം കിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അരിയിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനാക്കിലും ടേസ്റ്റ് തോന്നിയത് ഇതിലാണ് കേട്ടോ. എന്തായാലും കഴിച്ച് നോക്കിയവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം ചേർക്കുന്നതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതും ഇതിന് നല്ല ഫ്ലേവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം. അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അത്രയും സോഫ്റ്റ് ആയിരുന്നു. ഏതാണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച ഇട്ടാൽ ഇപ്പോഴും നമ്മുടെ കയ്യിൽ 2 ഇരിക്കുന്നുണ്ട്. അത് ഇന്ന് രാവിലെയും കൂടി ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. ഒരു കേടും അതിന് പറ്റിയിട്ടില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും ഒരു അടിപൊളി ഉണ്ണിയപ്പം.